ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി മാക്സിമം ബ്രേക്ക് ഇല്ലാതെ വീഡിയോസ് ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്ലീവ് ഡിസൈനാണ്. അപ്പോൾ ഇത് ഒരു കസവ് ബ്ലൗസിൻ്റെ സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ബോർഡറും ഉണ്ട്. അപ്പോൾ ആ ഒരു ബോർഡറിനെ കണക്കാക്കിയിട്ട് നമ്മൾ 2 സെൻറ്റിമീറ്റർ വിട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോർഡറിൻ്റെ താഴെന്നും മേലെന്നും ചെറിയൊരു വർക്ക് കൊടുക്കുന്നുണ്ട്, ഒരു ബോർഡർ ലൈൻ പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അവിടെ നമ്മൾ തുന്നാനായിട്ട് ഉപയോഗിക്കുന്നത് കട്ട് ബീഡ്സ് ആണ്, മൾട്ടി കളർ കട്ട് ബീഡ്സ് ആണ്. കുറച്ചും കൂടി ഒരു ഗ്ലോസി ടൈപ്പാണ് കേട്ടോ, നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ആ കട്ട് ബീഡ്സ് നമ്മൾ 4 എണ്ണം കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ താഴോട്ട് തുന്നിയെടുക്കുക. എന്നിട്ട് 2 സൈഡിലും 3 കട്ട് ബീഡ്സ് വെച്ചിട്ട് ഒന്നുകൂടെ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡിലോട്ട് കുറച്ച് നീക്കിയിട്ട് നമ്മൾ തുന്നി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് കുറച്ചുകൂടെ വിട്ടിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ബീഡ്സ് എണ്ണം കൂട്ടി കൊടുത്താൽ മതി. 4 എണ്ണം ഉള്ളത് 6 എണ്ണോ അങ്ങനെയൊക്കെ കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ നമ്മൾ താഴെ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും. ഇനി അടുത്ത ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള അവിടെയും നമ്മളിതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബീഡ്സിന് പകരം ഗോൾഡൻ കസവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ ബീഡ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രാസിലൊക്കെ പെടുന്ന ഒരു ടൈപ്പ് കസവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളതെന്ന് മാത്രം കേട്ടോ. ഇനി ഈ ഒരു രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ ഇതൊരു ഗ്രീനിഷ് ഷെയ്ഡ് വരുന്ന ഒരു സാരിയാണ്. അപ്പോൾ അതിനോട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഡാർക്ക് ഗ്രീൻ ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗർ ബീഡ്സ് നമ്മൾ 3 എണ്ണവും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബീഡും വെച്ചിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ തന്നെ തുന്നിയെടുക്കുകയാണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ആദ്യം നമ്മൾ കോർത്തെടുത്തു. പിന്നെ സൈഡിൽ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു വർക്ക് പോലെയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അത്യാവശ്യം ഫില്ലായി പോവും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് പോകുമ്പോൾ ഇടയിൽ അധികം ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊരു വർക്കാണെങ്കിലും എപ്പോഴും ഇതുപോലെ ഇടയിൽ നോട്ടിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ ബോർഡർ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഇടയിൽ ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എങ്ങനെയാണ് ഫില്ല് ചെയ്യണതെന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലുള്ള സ്റ്റോൺസാണ് എടുത്തിട്ടുള്ളത്. സ്ക്വയർ ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോണിലൊക്കെ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മിററാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റോൺസാണ്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാബ്രിക് ഗ്ലൂസ് ഏതാണോ നമ്മളുടെ കയ്യിലുള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഫെവിക്രിലിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ജസ്റ്റ് എവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മറ്റേ ഗ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ഉണങ്ങിക്കിട്ടും. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഗോൾഡൻ ബീഡ് സെൻറ്റർ ബീഡായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനൊരു 3 വിങ്സ് പോലെ നമ്മൾ ഡാർക്ക് ഗ്രീൻ ഷുഗർ ബീഡ് വെച്ചിട്ട് ചെറിയൊരു വർക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ ഷുഗർ ബീഡ് സെൻറ്റർ ബീഡായിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്രീൻ ബീഡും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡും വെച്ചിട്ട് ഇങ്ങനെ 3 സൈഡിലായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് നമുക്ക് ആ ഒരു കസവിൻ്റെ ഇടയിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ സാരിയുടെ കളറിനനുസരിച്ച് നമുക്ക് ഈ ബീഡ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് കളറിലുള്ള സാരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറിൽ ഉള്ള ബീഡ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മാച്ച് ചെയ്ത് പോകാനും ഒക്കെ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ബ്ലൗസിൻ്റെ തന്നെ കളറ് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ കസവിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഏതാണോ നമ്മളുടെ ചോയ്സിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഷുഗർ ബീഡ്സിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ബീഡ്സിലും ഒരുപാട് ഷെയ്ഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് പകരം അതെടുത്താലും മതി. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള കട്ട് ബീഡ്സ് അവിടെ ഇവിടേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ബോർഡറും ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫൈനൽ ലുക്ക് നല്ല രസമായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് സ്ലീവിൽ മേലത്തെ ആ ഒരു പോർഷനിലില്ലേ കസവല്ലാതെ വരുന്ന ആ ഒരു പോർഷനിൽ നമ്മളിതുപോലുള്ള ചെറിയൊരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഗോൾഡൻ ബീഡും ഗ്രീൻ ബീഡും വെച്ചിട്ടുള്ള ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ. അതും കൂടെ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു വർക്കാണ്. താഴെയുള്ള ആ ഒരു ബോർഡറിനോട് മാച്ചായി വരുന്ന രീതിയിൽ ഇതുപോലെയും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഹെവി വർക്കൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നമുക്ക് അടുപ്പിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ലുക്ക് മതി എന്നുള്ളവർക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ കണ്ടോ ഈ ഒരു ഷെയ്ഡിലാണ് നമ്മുടെ കസവ് ഉള്ളത്. അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് ഗോൾഡൻ ബീഡ്സും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺസും
നമ്മുടെ മൾട്ടി കളർ കട്ട് ബീഡ്സും അങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രീൻ കട്ട് ബീഡ്സും കൂടെ കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വർക്കായിട്ടാണ് ഫൈനൽ ലുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇനി പരമാവധി നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കുകൾ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.